ദൈവമായ കർത്താവേ, നീ എടിയാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവന്റെ വചനം ധ്യാനിക്കുന്ന വ്യക്തിക്ക് അത് കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. തിരുവചന ധ്യാനത്തിലൂടെ അടിയങ്ങളിൽ നിന്നും നിന്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ വെളിച്ചത്തിൽ ചരിപ്പാൻ തിരുവചന ധ്യാനം മുഖാന്തരമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പഞ്ചക രജത ജൂബിലിയുടെ ഉദ്ഘാടനം മെത്രാപ്പൊലീത്ത നിർവഹിച്ചു കഴിഞ്ഞു. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാരാമൺ കൺവെൻഷൻ സമാരംഭിച്ചു. അതിന്റെ 7-ാം ദിനം 118ാമത് കൺവെൻഷന്റെ 7-ാം ദിനത്തിന്റെ രാവിലെയുള്ള തിരുവചന ധ്യാനത്തിനായി നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സ്ത്രീകൾ ഇപ്പോൾ തന്നെ ഈ വാക്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്കറിയാമല്ലോ എന്ന് പറയും. രൂത്തിന്റെ പുസ്തകം എത്രയോ ആവർത്തി ധ്യാനിച്ചിരിക്കുന്നു. പുരുഷന്മാർക്ക് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ളതാണ് രൂത്ത്. ആദ്യമായി പ്രസ്താവിക്കട്ടെ, തറമുള്ള ഒരു പുരുഷൻ നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാം. ഇത് പുരുഷന്മാർക്ക് കൂടെ ഉള്ളതാണ്. അവരഭിമാന വിജൃംഭരായി തീരത്തക്കവണ്ണം ബോവസ് നമ്മുടെ മുമ്പിലേക്ക് വരും. എല്ലാവർക്കും സന്ദേശം ഉൾക്കൊള്ളാവുന്ന, അഭിമാനിക്കാവുന്ന പഴയ നിയമത്തിലെ 8-ാമത്തെ പുസ്തകം. ഇത് സുന്ദരമായ ഒരു നോവലറ്റ് ആണ്.